നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. 2000 രൂപയിൽ കൂടുതലുള്ള UPI ഇടപാടുകൾക്ക് 18% ചരക്ക് സേവന നികുതി ചുമത്താൻ കേന്ദ്ര സർക്കാർ പദ്ധതിയിടുന്നതായി ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഈ യാത്ര യഥാർത്ഥത്തിൽ വാസ്തവമാണോ? അതോ കേന്ദ്ര സർക്കാരിനെയും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെയും താറടിക്കാനുള്ള അടവോ? നമുക്ക് വാസ്തവം എന്താണെന്ന് നോക്കാം. ആദ്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വാർത്ത നമുക്ക് നോക്കാം. 2000 രൂപയ്ക്ക് മുകളിലുള്ള UPI ഇടപാടുകൾക്ക് കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ 18% GST ചുമത്തും. ഏപ്രിൽ 18-ന് ഒരു പ്രമുഖ ബിസിനസ് പോർട്ടൽ UPI പേയ്മെന്റുകളിലെ GST അല്ലെങ്കിൽ 2000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾ വിദഗ്ധർ എന്താണ് വാദിക്കുന്നത് എന്ന തലക്കെട്ടിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു. പിന്നെ പറയണ്ടല്ലോ, കേന്ദ്ര സർക്കാരിനെ താറടിക്കാൻ നോക്കുന്നവർ അത് ഏറ്റെടുത്തു. അതാണ് സത്യമെന്ന രീതിയിൽ പറഞ്ഞ് പരത്തുകയും ചെയ്തു. ഇത് വൻ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. എന്നാൽ ഇത് സത്യമോ അതോ ആരുടെയെങ്കിലും മനസ്സിലുദിച്ച വെറും സംശയമോ എന്ന് നമുക്ക് വ്യക്തത വരുത്താം. ഈ അവകാശവാദം തെറ്റിദ്ധരിപ്പിക്കുന്നതും അനുമാനാത്മകവുമാണ്. 2000 രൂപയ്ക്ക് മുകളിലുള്ള UPI ഇടപാടുകൾക്ക് 18% GST ഈടാക്കുമെന്ന് ഉള്ള അവകാശവാദം തെറ്റും അടിസ്ഥാനരഹിതവുമാണ്. പുറത്തുവന്ന യഥാർത്ഥ ലേഖനം സംശയം ഉളവാക്കുന്ന ഒരു തരത്തിലുള്ള ലേഖനമാണ്. കൂടാതെ ഈ ആശയം ഒരു സാങ്കല്പിക സാഹചര്യമായി വ്യക്തമായി പരാമർശിക്കുകയും ചെയ്യുന്നു. നിലവിൽ ഔദ്യോഗിക പ്രഖ്യാപനമോ നിർദ്ദേശമോ നിലവിലില്ല. ഇതിൽ എടുത്തു പറയേണ്ട വാക്കാണ് സാങ്കല്പിക സാഹചര്യം. വെറുതെ, അതായത് ആരുടെയോ സൃഷ്ടി എന്നർത്ഥം. ലേഖനം പരിശോധിച്ചപ്പോൾ കഥ പൂർണ്ണമായും ഒരു സാങ്കല്പിക സാഹചര്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് വ്യക്തമാണ്. എന്നാൽ ഇടപാടുകൾക്ക് 18% GST ഈടാക്കിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ദൈനംദിന പേയ്മെന്റുകൾക്ക് നിങ്ങൾ UPI ഉപയോഗിക്കുന്നത് തുടരുമോ അതോ പണമായി തിരികെ നൽകുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ആ ലേഖനത്തിൽ ഉന്നയിക്കുന്നത്. എന്നാൽ യാഥാർത്ഥ്യം പറഞ്ഞു തരട്ടെ, UPI ഇടപാടുകൾ പൊതുവെ ഉപഭോക്താക്കൾക്ക് സൗജന്യമാണ്. പേയ്മെന്റ് അഗ്രഗേറ്റർമാർക്കും വ്യാപാരികളും ചില ഇടപാടുകൾക്ക്, പ്രത്യേകിച്ച് ക്രെഡിറ്റ് കാർഡുകൾ അല്ലെങ്കിൽ വാലറ്റുകൾ വഴിയുള്ള ഉയർന്ന മൂല്യമുള്ള പേയ്മെന്റുകൾക്ക് മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന ചെറിയൊരു ഫീസ് അടയ്ക്കും. നിലവിൽ UPI ഇടപാടുകൾ അതും ബാധകമല്ല. ഏതെങ്കിലും GST ചുമത്തിയാൽ അത് ഇടപാട് മൂല്യത്തിനല്ല, മറിച്ച് ഇടനിലക്കാരനോ സേവനദാതാക്കൾക്കോ നൽകുന്ന സേവനങ്ങളിലാണ്. ഈ വ്യാജ വാർത്തയുടെ പ്രചരണം കേന്ദ്ര സർക്കാരിനെ താറടിക്കാനുള്ള ശ്രമമായാണ് കണക്കാക്കുന്നത്. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.